5th class on our tutorial theory based classes. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്റ്റെം ആൻഡ് ലീവ്സ് ഇൻ ആർ ആണ്. ഗ്രാഫിക്സ് ആറിൽ എന്തൊക്കെ ഗ്രാഫിക്സ് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോസിലൊക്കെ നമ്മൾ പല ഗ്രാഫിക്സ് റിലേറ്റഡ് പോർഷൻസ് നോക്കിയിട്ടുണ്ട്, അതുകൂടെ നോക്കണം. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്റ്റെം ആൻഡ് ലീഫ് ഫ്ലോട്ട് ആണ്. സ്റ്റെം ആൻഡ് ലീഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 1 to 100 വരെ അല്ലെങ്കിൽ 1 to 1000 വരെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഒരു ഡിജിറ്റ് ബേസിൽ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് എന്ന് പറയാം. അപ്പൊ സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് ഇസ് എ ടെക്നിക് ഓഫ് ഡിസ്പ്ലേയിങ് ദ ഫ്രീക്വൻസീസ് വിത്ത് വിച്ച് സം ക്ലാസസ് ഓഫ് വാല്യൂസ് മേ ഒക്കർ. അപ്പൊ നമ്മളിപ്പോ 20 to 29 വരെ എത്ര വാല്യൂസ് ഉണ്ട് എന്നുള്ളത് 2 എന്ന് പറഞ്ഞ ഡിജിറ്റിന്റെ ബേസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് എന്ന് പറയാം. It is basically a method of representing the quantitative data in the graphical format. The stem and leaf plot retains the original data items up to 2 significant figures, unlike histogram. ഹിസ്റ്റോഗ്രാം പോലെയല്ല, അതിന്റെ ഒരു ഡിജിറ്റ് ബേസിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് അതിന്റെ ലാസ്റ്റ് വരുന്ന ഡിജിറ്റും അതിന്റെ നമ്മളിപ്പോൾ ഒരു 1 to 100 ആണെങ്കിൽ 10th വാല്യൂ ആയിരിക്കും ഇവിടെ വരിക, യൂണിറ്റ്സ് വാല്യൂ ഈ ഒരു ലെവലിൽ വന്നിട്ട് ആ രീതിയിൽ നമ്മൾ എഴുതുന്നതിനെയാണ് സ്റ്റെം ആൻഡ് ലീഫ് ഫ്ലോട്ട് എന്ന് പറയാം. ദ ഡാറ്റ ഈസ് പുട്ട് ഇൻ ഓർഡർ വിച്ച് ഈസസ് ദ മൂവ് ടു നോ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓർഡർ ബേസ്ഡ് ഇൻഫറൻസ്. നമ്മൾക്ക് അത് വേറെ ഏതെങ്കിലും രീതിയിൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കിലേക്കും ഇൻഫറൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വളരെ ഈസി ആയ രീതിയിൽ ആ ഡാറ്റയെ നമുക്ക് മാറ്റാൻ പറ്റും വെൻ വി ആർ യൂസിങ് സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം ടു റെപ്രസെന്റ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ ടീച്ചർ ഡിസൈഡഡ് ടു മെഷർ ദ വെയിറ്റ് ഓഫ് എനി 10 സ്റ്റുഡൻസ് whom she feels may have obesity. അത് ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 100 സ്റ്റുഡൻസിന്റെ വെയിറ്റ്, അപ്പൊ നമ്മൾക്ക് 54, 43, 67 ആ ലെവലിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. നമ്മൾ ഇതില് വരുന്ന നമ്മുടെ 10th ഡിജിറ്റിന്റെ ബേസിൽ വരുന്നതിനെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ദ സ്റ്റെം ഇസ് ദ ലീഡിംഗ് ഡിജിറ്റ്സ് ഓർ ഡിജിറ്റ് ഓഫ് ദ ഡാറ്റ പോയിന്റ്, ദ ലീഫ് ഇസ് ദ ട്രെയിലിംഗ് ഡിജിറ്റ്സ് ഓർ ദ ഡിജിറ്റ്സ്. ഇത് സ്റ്റെം ആണ്, അതിന്റെ ലീഡിംഗ് ഡിജിറ്റ്സ്, ഇതാണ് നമ്മുടെ ട്രെയിലിംഗ് ഡിജിറ്റ്സ്. അപ്പൊ 4 അഥവാ 4ഉം 40 to 49 വരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ ഉള്ളത് 43 ഉണ്ട്, 45 ഉണ്ട്, അതോടെ ലിസ്റ്റ് ചെയ്തു. 5ല് 54 ഉണ്ട്, 59 ഉണ്ട്, 6ല് 66 and 67, 7ല് 76 and 78, 8ല് 80 മാത്രമേ ഉള്ളൂ, 9ല് 92 ഉള്ളൂ. അപ്പൊ നമ്മളിതൊരു ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഈസിലി അതിന്റെ ആ ഒരു സോർട്ടിംഗ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ 90ല് എത്ര ഫ്രീക്വൻസി ഉണ്ട് അതും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എഴുതുന്നതിനെയാണ് സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം എന്ന് പറയാ. Stem is the leading digits or digits of the data points and the leaf is the trailing digits or digits. Okay, അത് ഓർത്ത് വെക്കണേ. അപ്പൊ നമ്മൾ 6ല് നോക്കുകയാണെങ്കിൽ സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ദ സ്റ്റെം ഫംഗ്ഷൻ. നമുക്ക് സ്റ്റെം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഒരു വാല്യൂ വെക്ടർ കൊടുത്തു കഴിഞ്ഞാൽ, വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 1 dimension അരേ പോലെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം ആയിട്ട് അത് റിട്ടേൺ ചെയ്തു തരും. അതിന്റെ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ്, ഫംഗ്ഷൻ എങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്, സ്റ്റെം ബ്രാക്കറ്റിൽ നമ്പർ അഥവാ നമ്പർ മീൻസ് എ വെക്ടർ, സ്കെയിൽ 1, വിഡ്ത്ത് 80 ആൻഡ് ആറ്റം 1E08. ഇത് നിങ്ങൾ നോക്കണ്ട, ഇതെങ്ങനെയാണ് മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്പർ മീൻസ് ദ ഡാറ്റ ഓൺ വിച്ച് വി വാണ്ട് ടു ഡ്രോ ദ സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട്, ഐദർ എ ന്യൂമറിക്കൽ വെക്ടർ ഓർ ലിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വെക്ടേഴ്സ്. ചിലപ്പോൾ നമ്മൾ ഒരു വെക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ എത്രയുണ്ടോ വാല്യൂസ് ആ ബേസിൽ നമ്മൾക്ക് ഡയഗ്രാം തിരിച്ചു തരും. സ്കെയിൽ വി വാണ്ട് ടു യൂസ് ഫോർ അവർ പ്ലോട്ട്, നമ്മൾ സ്കെയിലിംഗ് നമ്മൾ ആ സ്കെയിൽ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാംസ് വലുതാവുന്നതും ചെറുതാവുന്നതും കാണാം. വിഡ്ത്ത് മീൻസ് ഡിസൈഡ് വിഡ്ത്ത് എപ്പോഴും 80 ആണ് വരിക ബൈ ഡിഫോൾട്ട്. ആറ്റം മീൻസ് ടോളറൻസ് ആണ്, അത് എപ്പോഴും ഈ വാല്യൂ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വൈഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഇപ്പൊ നോക്കൂ, നമ്മൾ സ്റ്റെം റിവേഴ്സ്. ഇപ്പൊ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6ല് ഓൾറെഡി ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ്, അഥവാ അതിന്റെ കണ്ടിന്യൂസ് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൽ സ്റ്റെം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പാസ് ചെയ്തിട്ടില്ല, ആവശ്യമുള്ള വെക്ടർ മാത്രം പാസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമ്മൾക്ക് ഈ രീതിയിലുള്ള വാല്യൂസ് കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂന്റെ ബേസിൽ നമ്മൾ 2 ഡിജിറ്റ് വെച്ചിട്ടുണ്ട്. അഥവാ ഇതിന്റെ വാല്യൂ എങ്ങനെയുണ്ടോ, അപ്പൊ ഇതിൽ 3 ഡിജിറ്റ്സ് വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ് ടു 1000 വരെ വാല്യൂ ഉണ്ടാവും. ഇത് കണ്ടിട്ട് നോക്കുമ്പോൾ 361,
ഇവിടെ തന്നെ 22, 100, 25, 1800, 9 അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം കിട്ടും. നമ്മളിവിടെ സ്കെയിൽ ഒന്നും കൊടുക്കാത്തത് കാരണം അവിടെ എന്താണ് സ്കെയിൽ ഡീഫോൾട്ട് ആയിട്ട് 1 തന്നെയാണ്, വിഡ്ത്ത് എന്താണ് ഡീഫോൾട്ട് ആയിട്ട് 80 തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ സ്കെയിൽ മാറ്റുകയാണെന്ന് വിചാരിക്കും. റിവേഴ്സ് സ്കെയിൽ 2 ആണെങ്കിൽ അതിന്റെ വാല്യൂ തന്നെ നോക്കൂ, കുറച്ച് ചേഞ്ച് ആയി. അതിന്റെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ദ റീസ്കെയിൽ ദ സ്റ്റെം പ്ലോട്ട് ചേഞ്ച് ദ സ്കെയിൽ ആർഗ്യുമെന്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഡിഫോൾട്ട് സ്കെയിൽ 1 ആണ്. ദ സ്കെയിൽ ഗ്രേറ്റർ ദാൻ 1 വിൽ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം. ഇതിന്റെ ലെങ്ത് ഓഫ് ദ സ്റ്റെം ഇൻക്രീസ് ആവും. അഥവാ നമ്മൾ കുറച്ചും കൂടെ വലിയ രീതിയിൽ ഇത് ഇത്രയല്ല കേട്ടോ, ഇതിനപ്പുറത്തേക്ക് ഉണ്ട്. ആ രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്ന രീതിയിൽ കുറച്ചും കൂടെ ഗ്രേറ്റർ ആയിട്ടുള്ള സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മൾ 22, 24 അങ്ങനെ ആ സ്കെയിൽ 1 കൊടുത്തോണ്ട് ആ ഉള്ള വാല്യൂ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ നോക്കൂ 20, 21, 22, 23 അത് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ് ഓർഡറിൽ 1 to നമുക്ക് എത്ര വരെ ഡിജിറ്റ് സ്റ്റെം വരണം ഈ ഒരു ഡയഗ്രത്തിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും സ്കെയിൽ 2 ആണെങ്കിൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റെം ആൻഡ് ലീഫ് ഡയഗ്രാം. ഇനി നമ്മൾ നോക്കുന്നത് PP പ്ലോട്ട്സ് ആണ്. PP പ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വാല്യൂ ഇങ്ങനെ ഒരു പ്ലോട്ട് പോലെ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. PP എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പ്ലോട്ട്സ് ആണെന്ന് പറയാം. അപ്പോൾ PP പ്ലോട്ട്സ് ആർ എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. They are created by plotting the cumulative distribution function. അഥവാ നമ്മുടെ ഡാറ്റയുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ആ വാല്യൂവിനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ലൈക്ക് ദിസ്. നമ്മൾ പ്രാക്ടിക്കൽ ബേസിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എഗെയിൻസ്റ്റ് ദ CDF ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അഥവാ പ്ലോട്ട് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് the CDF, cumulative function of the standard normal distribution. Cumulative distribution function against ആയിട്ട് cumulative distribution function of the standard normal distribution. കുറച്ചൊരു പ്രോബബിലിറ്റി ബേസിലാണ് നിങ്ങൾ അതിന്റെ നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് അതിന്റെ സിൻടാക്സ് ആണ്. ഓക്കെ, സോ PP പ്ലോട്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ദ GG പ്ലോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ. GG പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദ GG പ്ലോട്ട് ഫംഗ്ഷൻ ടേക്സ് എ വെക്ടർ ഓഫ് ഡാറ്റ ആസ് ഇൻപുട്ട് ആൻഡ് ക്രിയേറ്റ്സ് എ PP പ്ലോട്ട്സ്. അപ്പൊ നമ്മളൊരു വെക്ടർ അതിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾക്ക് R പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തരും. അപ്പൊ നമ്മൾ നോക്കൂ, PP പ്ലോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡാറ്റ നമ്മൾ നമ്മളൊരു റാൻഡം വാല്യൂസ് എടുക്കുന്ന ഫംഗ്ഷൻ ആണിത്. rnorm 100 എന്ത് ചെയ്യും? ഗീവ്സ് യു എ റാൻഡം സാമ്പിൾ ഓഫ് 100 വാല്യൂസ്. നമ്മൾക്ക് റാൻഡം സാമ്പിളിൽ ഒരു 100 വാല്യൂസ് നമുക്ക് തരും. അതിന്റെ മീൻ എന്തായിരിക്കും? 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു 100 വാല്യൂസ് റാൻഡം ആയിട്ട് നമുക്ക് തരും ഈ ഒരു ഫംഗ്ഷൻ. ഇത് ആറിൽ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ ആണ്. അത് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറിലേക്ക് എടുത്ത് അത് നമ്മൾക്ക് എന്ത് ചെയ്യാം? GG പ്ലോട്ട് ബ്രാക്കറ്റിൽ ഡാറ്റ എന്ന് കൊടുത്താൽ നമ്മൾക്ക് ഈ രീതിയിലുള്ള പ്ലോട്ട് തരും. ഓക്കെ, അതിനെ നമുക്ക് കളർ ബേസിൽ മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ പ്ലോട്ട് ബ്ലൂ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് ബ്ലൂ കൊടുക്കാം, വേറെ ഏതെങ്കിലും കാണണമെങ്കിൽ ആ കളറും കൊടുക്കാം. ഈ സിൻടാക്സും ഈ ഫംഗ്ഷനും ഓർത്ത് വെക്കുക. QQ പ്ലോട്ട്സ് ആണ്. QQ പ്ലോട്ട്സ് ആർ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. They are created by plotting the quantiles of data against the quantiles of a standard normal distribution. Quantiles of ഡാറ്റയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് quantiles of standard normal distributionനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് QQ പ്ലോട്ട്സ് കിട്ടുന്നതാണ്. ക്വാണ്ടൈൽസ് രണ്ടും ക്വാണ്ടൈൽസിന്റെ ബേസിലായതുകൊണ്ടാണ് നമ്മൾ QQ പ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ QQ പ്ലോട്ട്സിൽ നമ്മൾ QQ norm എന്ന് പറഞ്ഞ പേരിലാണ് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത് ആറില്. ഇവിടെ നമ്മൾ QQ പ്ലോട്ട് ആണ്, ഇവിടെ QQ norm ആണ്. ക്ലിയർ? അപ്പൊ അതിൽ നമ്മളൊരു വെക്ടറിനെ കൊടുക്കുന്നു. ഇതേപോലെ ഒരു 100 വാല്യൂസ് rnorm വെച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ QQ norm വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമ്മൾ ബ്ലൂ ആണെങ്കിൽ ഈ ഒരു വാല്യൂ എന്തായിരിക്കും? ബ്ലൂയിലേക്ക് മാറിയിട്ടുണ്ടാവും. ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഗ്രാഫിക്സിൽ വരുന്നത്. ഇതിന്റെ കൂടാതെ നമുക്ക് ലൈൻ പ്ലോട്ട്സ്, ബ്ലോക്സ് ഡയഗ്രാം, സ്കാറ്റർ പ്ലോട്ട് ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പൊ നമ്മൾക്ക് ഗ്രാഫിക്സിന് 6 ടോട്ടൽ ആയിട്ടൊരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ എല്ലാ ഡയഗ്രാംസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരിക്കും ഫോർ തിയറി എക്സാം. നമ്മൾ പ്രാക്ടിക്കൽ ബേസിൽ പഠിക്കുമ്പോൾ ഇതിന്റെ കറക്റ്റ്
കൺസെപ്റ്റ് അത് ദാറ്റ് മീൻസ് ഇതിലെങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് തന്നെ പഠിക്കണം. വിൽ ഡു ലേറ്റർ. താങ്ക് യു.